ഇന്ത്യയുമായി സംഘർഷത്തിന് വന്ന ബംഗ്ലാദേശ് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നീങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് അവരുടെ വസ്ത്രനിർമ്മാണമാണ്. വൻതോതിൽ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു. വളരെ ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളാണ്. ഇത് വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് ആ വരുമാനമാണ് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിനേറെ സഹായകമാകുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന അയൽ രാജ്യം എല്ലാ കാലവും ബംഗ്ലാദേശുമായിട്ട് ഒരു നല്ല ടേംസ് നിലനിർത്താനായിട്ട് ശ്രമിച്ചതാണ്. 1971 ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്ന ആ സമയം മുതൽ തന്നെ നമ്മൾ ഇവരുമായിട്ട് നല്ല ബന്ധം, അതിനുശേഷവും ആ ബന്ധം തുടർന്നുകൊണ്ട് പോകുന്നു. ഇപ്പം നമുക്കറിയാം ഷേഖ് ഹസീന സർക്കാർ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ആലോചിച്ച ശേഷമേ ചെയ്യുകയുള്ളൂ. ഇത് അമേരിക്കയ്ക്ക് ഉൾപ്പെടെ ഇഷ്ടമില്ലാതെ വന്നുകൊണ്ടാണ് ഒടുവിൽ ആ സർക്കാരിനെ അട്ടിമറിക്കുകയും മുഹമ്മദ് യൂനിസിൻ്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഭരണകൂടം നിലവിൽ വരികയൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ മുഹമ്മദ് യൂനിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ മേഖലയിൽ നിന്നും ഇന്ത്യയെ അകറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള പല പ്രോഡക്റ്റുകളും ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുമൂലം പ്രശ്നമുണ്ടായത് ബംഗ്ലാദേശിലെ വസ്ത്രനിർമ്മാണ മേഖല കൂടിയാണ്. അതായത് ഏറ്റവും അധികം നൂല് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു ബംഗ്ലാദേശിലേക്ക്. അതായത് ലോക രാജ്യങ്ങളൊക്കെ നൽകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യ ക്വാളിറ്റിയുള്ള നൂലുകൾ ബംഗ്ലാദേശിന് നൽകും. അതുമൂലം നല്ല വസ്ത്രങ്ങൾ ബംഗ്ലാദേശികൾ നിർമ്മിക്കുകയും അത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ബംഗ്ലാദേശ് ഒരു ചെറിയ രാജ്യമായതിനാൽ തന്നെ അവർക്ക് ഈ കപ്പൽ വഴി വിമാനമാർഗം വഴിയൊക്കെ എല്ലായ്പ്പോഴും ഈ ചരക്കുകൾ കയറ്റി അയക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ കൊറോണ കാലം വന്ന സമയത്ത് ഇന്ത്യയുമായിട്ട് അവർ ചില അഭ്യർത്ഥനകളൊക്കെ നടത്തിയും ഇന്ത്യ കൂടുതൽ വിമാന സർവീസുകളും ചരക്ക് കപ്പലുകളും ഒക്കെ സർവീസ് നടത്തുന്നതുകൊണ്ട് തന്നെ അവരുടെ ചരക്കുകൾ ഇന്ത്യ വഴി കയറ്റി അയക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വാഭാവികമായും നമ്മുടെ അയൽരാജ്യം എന്ന നിലയിൽ നരേന്ദ്രമോദി സർക്കാർ അന്ന് അതിനുള്ള സഹായം ചെയ്തു. അങ്ങനെ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ഒക്കെ വഴി ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു തീരുമാനമെടുത്തു, നമ്മുടെ കപ്പൽ വഴി വിമാനമാർഗം വഴിയൊക്കെ ബംഗ്ലാദേശ് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് നമ്മളങ്ങ് നിർത്തിവെക്കാൻ പോകുന്നു. നമ്മൾ അതിനൊരു തടയിടാൻ പോകുന്നു. അങ്ങനെ ചെയ്തപ്പോൾ നമുക്കൊരു പണി തരണം എന്ന് വിചാരിച്ച് മുഹമ്മദ് യൂനിസിൻ്റെ ഭരണകൂടം അടുത്ത നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയിൽ നിന്ന് നൂൽ ഇറക്കുമതി ചെയ്യുന്നത് അങ്ങ് നിർത്തിവെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന നൂലുകൾ ബംഗ്ലാദേശിൽ ലഭിക്കാതായതോടെ വസ്ത്രങ്ങളുടെ നിർമ്മാണത്തിന് കോസ്റ്റ് കൂടി. അപ്പോൾ പല കമ്പനികൾക്കും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ തുണികൾ കയറ്റി അയക്കുമ്പോഴും ഈ വില വ്യത്യാസം വരും. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ അത് വാങ്ങുന്നില്ല. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ നൽകുന്നു എന്നതായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പം നൂലിനൊക്കെ വലിയ വില കൊടുത്ത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വന്നപ്പോൾ പല കമ്പനികൾക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം. എന്ന് പറഞ്ഞാൽ പല ടെക്സ്റ്റൈൽ നിർമ്മാണ കമ്പനികളും പ്രവർത്തനം ഏതാണ്ട് അവസാനിപ്പിക്കാൻ പോകുന്നു. അങ്ങനെ വന്നാൽ ഇത്രയും കാലം അവിടെ ജോലി ചെയ്ത സ്ത്രീ പുരുഷന്മാരടക്കം നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അപ്പോൾ ബംഗ്ലാദേശിൽ തൊഴിലില്ലായ്മ കൂടി വരുന്നതിൻ്റെ ഒരു കാരണം മുഹമ്മദ് യൂനിസിൻ്റെ ഭാവനയില്ലാത്ത ഈ പ്രവർത്തികളാണ്, ഈ നിലപാടുകളാണ്. അപ്പോൾ ഇന്ത്യയെ ഉപദ്രവിക്കാനാണ് ചെയ്തതെങ്കിലും പക്ഷേ അത് ബംഗ്ലാദേശിന് തന്നെ വലിയ തിരിച്ചടിയായിട്ട് മാറി. ഇപ്പം നമുക്കറിയാമല്ലോ, ഈ ഷേഖ് ഹസീനയെ തിരിച്ച് ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കണം, അവർ യുദ്ധക്കുറ്റവാളിയാണ്, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നൊക്കെ മുഹമ്മദ് യൂനിസ് പറയുന്നുണ്ട്. നമ്മൾ അതിനെയൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവിടുത്തെ വാക്കറുസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവിയാണ് അന്ന് ഷേഖ് ഹസീനയെ ഇന്ത്യയിലേക്ക് രാഷ്ട്രീയ അഭയം തേടാനായിട്ട് പ്രേരിപ്പിച്ചതും സഹായിച്ചതുമൊക്കെ. ഇതേ വാക്കറുസ്സമാനും ഈ മുഹമ്മദ് യൂനിസ് ഗവൺമെൻറ് തമ്മിൽ ഇപ്പോൾ നല്ല ടേംസിലല്ല. മാത്രമല്ല ബംഗ്ലാദേശിൽ ഭയങ്കരമായ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം അവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ വലിയ പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഭവേഷ് ചന്ദ്ര റോയ് എന്ന് പറയുന്ന ഹിന്ദു നേതാവിനെ കൊന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ദിനാപൂർ ജില്ലയിലെ ബസുദേവ്പൂരിൽ വെച്ചാണ് ഈ ഭവേഷ് ചന്ദ്ര റോയിയെ ക്രൂരമായി മർദ്ദിച്ചത്. വീട്ടിൽ വെച്ച് ഇദ്ദേഹത്തിന് ഫോൺ വരുന്നു. ഫോൺ വന്നതിന് ശേഷം 4 പേര് ബൈക്കിലെത്തി ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകുന്നു. ക്രൂരമായി മർദ്ദിച്ചിട്ട് വീടിന് മുന്നിൽ ഉപേക്ഷിക്കുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ഇയാൾ മരിച്ചു. അപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ വീണ്ടും അതിക്രമം തുടരുന്നതിനെതിരെ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യ അതിനെ അപലപിക്കുകയും ചെയ്തു. അപ്പോഴാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യക്ക് വീണ്ടും പണി കൊടുക്കാം, ഇന്ത്യയുടെ ചരക്കൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നൂലിൻ്റെ ഇറക്കുമതി തന്നെ നിർത്തിയത്. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് നൂല് കിട്ടുന്നതുകൊണ്ടാണ് ഏതാണ്ട് 90% ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും ബംഗ്ലാദേശിൽ സുഗമമായി പ്രവർത്തിച്ചു വന്നത്. മാത്രമല്ല ഇന്ത്യയുടെ സഹകരണത്തോടെ കപ്പൽ വഴി, വിമാനം വഴി ഇവയൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കഴിഞ്ഞു. അപ്പോൾ
ചെറു രാജ്യമാണെങ്കിലും നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അയൽ രാജ്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് എത്ര സഹായം ചെയ്തോ അതിനൊക്കെ തന്നെ ഒരു മറുപടിയാണ് ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ ഇപ്പോൾ നമുക്ക് നൽകുന്നത്. ഇപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ആവശ്യം എന്താ? ചൈനയെ കൂട്ടുപിടിച്ച് സിലിഗുരി മേഖലയിൽ, അതായത് നമ്മൾ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ 7 സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തുക. അതായത് 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി അവിടെ ചില ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള സാഹചര്യം ചൈനയ്ക്ക് ഒരുക്കി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ചൈനയും ബംഗ്ലാദേശും ചേർന്ന് ഇന്ത്യക്ക് ഒരു പണി തരാം. മാത്രമല്ല പാകിസ്ഥാൻ്റെ പരോക്ഷമായ പിന്തുണയുണ്ട്. പക്ഷേ ചൈന കുറച്ചുകൂടെ ബുദ്ധിപരമായി തീരുമാനിക്കുകയും ഷീ ജിൻപിങ് എന്ന് പറയുന്ന ഭരണാധികാരി നിലവിൽ മോദിയെ പിണക്കരുത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ടാണ് ബംഗ്ലാദേശിൻ്റെ ആ പദ്ധതി പൊളിഞ്ഞത്. മാത്രമല്ല ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ പറയുന്നത് അവിടെയൊക്കെ ലാൻഡ് ലോക്ക്ഡാണ് ആ മേഖല. അതുകൊണ്ട് തന്നെ ഈ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന അല്ലെ സമുദ്രവുമായുള്ള ബന്ധം ബംഗ്ലാദേശിന് മാത്രമേ ഉള്ളൂ. അവിടേക്ക് നിങ്ങൾക്ക് പോർട്ട് നിർമ്മിക്കാനുള്ള സൗകര്യം തരാം, അമേരിക്കയ്ക്ക് വരെ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ഇന്ത്യ ഗവൺമെൻറ്റിനെ തകർക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവിടുത്തെ ജമാഅത്തെ ലീഗ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ അവിടെ അട്ടിമറി നടത്തിയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസ്ഥാനം, ഇവരെല്ലാം കൂടി ചേർന്ന് ഇന്ത്യക്കെതിരെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്താമോ അതൊക്കെ നടത്തും. ഇതെന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ എങ്ങനെയാണോ ഇന്ത്യക്കെതിരെ വിഘടനവാദം നടത്തുന്നത്, ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത്, അതിന് സമാനമായിട്ട് അല്ലെ അതിനെ അനുകരിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്താനാണ് ബംഗ്ലാദേശ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ബംഗാളിലുണ്ടായ ഒരു കലാപം, വഖഫ് പ്രശ്നവുമായി ബന്ധപ്പെട്ട്, അന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ടതിൽ 70% പേര് ബംഗ്ലാദേശികളാണ്, അല്ലെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന അല്ലെങ്കിൽ നുഴഞ്ഞു കയറി വന്ന അക്രമകാരികളാണെന്ന് ഭരണകൂടം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ എവിടെയൊക്കെ നുഴഞ്ഞു കയറാമോ, എവിടെയൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടാക്കാമോ അവിടെയെല്ലാം ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവരുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ വ്യവസായ സംരംഭങ്ങൾ തകരുകയാണ്, തൊഴിലില്ലായ്മ കൂടിക്കൂടി വരികയാണ്, അശാന്തി പടരുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. ആത്യന്തിക ഫലം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം പോലും കൃത്യമായി കിട്ടാത്ത ഒരവസ്ഥ, ഊർജ്ജ പ്രതിസന്ധി അതിരൂക്ഷമാണ്. ഇന്ത്യയുടെ സഹകരണമില്ലാതെ ഡീസലും പെട്രോളും പോലും ലഭിക്കാത്ത ഒരവസ്ഥ. എന്നിട്ടും നമുക്കെതിരെ ചൊറിച്ചിലുമായിട്ട് വരികയാണ്. കാരണം എന്താ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ കഴിയുന്ന രീതിയിൽ ഇന്ത്യയിൽ നിന്ന് നൂലോ നൂലുൽപ്പന്നങ്ങളോ ഒന്നും ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ട, അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാം. പക്ഷേ നമ്മൾ ഒരുപാട് കാലം മുന്നിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഈ വ്യാവസായിക മേഖലയിൽ മാത്രമല്ല സൈനിക പ്രതിരോധ മേഖലയിലടക്കം വലിയ ഇടപാടുകളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ $700 മില്യൺ ഒരു ഇടപാട് നമ്മൾ ബ്രഹ്മോസ് മിസൈലുമായി ബന്ധപ്പെട്ട് ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നിവരുമായിട്ട് നടത്തുന്നുണ്ട്. അതുപോലെ പിനാക്ക മിസൈലിൻ്റെ ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പ്രതിരോധ മേഖലയിൽ നമ്മൾ വലിയ ചുവടുവയ്പ്പൊക്കെ നടത്തുമ്പോഴാണ് ബംഗ്ലാദേശ് പോലെയുള്ള ഒരു ചെറിയ രാജ്യം നമുക്കെതിരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി ട്രേഡിൻ്റെ കാര്യമെടുത്താൽ അമേരിക്ക പോലെയുള്ള, ചൈന പോലെയുള്ള വൻകിട രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ ട്രേഡ് നടത്തുന്നത്. മാത്രമല്ല ചൈന ഇന്ത്യയിൽ $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് വന്ന് നമ്മുടെ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ഭരണകൂടം അതിന് അനുമതി നൽകാത്തതാണ്. മാത്രമല്ല അമേരിക്കയ്ക്ക് ചൈനയെ വെട്ടിമാറ്റിയിട്ട് പകരം ഇന്ത്യയെ ഈ ട്രേഡ് ഹബ്ബായിട്ട് ലോകത്തിന് മുന്നിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ എന്നൊക്കെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ത്യ അതിനോട് ഏതാണ്ട് യോജിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫ്രാൻസ്, UK, ഇറ്റലി, അതുപോലെ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ നമ്മളുമായിട്ട് സാമ്പത്തിക, സൈനിക, പ്രതിരോധ മേഖലയിൽ വലിയ കരാറിൽ ഏർപ്പെടുന്നു. അപ്പോഴാണ് ബംഗ്ലാദേശ് പോലെ വളരെ താരതമ്യേന വളരെ പട്ടിണിയിലായി എന്ന് നമ്മൾ പറയാവുന്ന ഒരു രാജ്യം, പാകിസ്ഥാനെ പോലെ വലിയ അതൃപ്തിയിൽ കഴിയുന്ന ഒരു ജനത, ഈ ജനതയെ നയിക്കുന്ന യൂനിസ് ഭരണകൂടം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. മോദിക്കെതിരായ നിലപാടെന്ന് പറഞ്ഞിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ രാജ്യത്തെ തന്നെ പട്ടിണിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നു. ടെക്സ്റ്റൈൽ വ്യവസായം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ തകരാൻ പോകുന്നതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. പല കമ്പനികളും അടച്ചുപൂട്ടുന്നു. അതുകൊണ്ട് തന്നെ തൊഴിലില്ലാത്തവരുടെ എണ്ണം, കാലാകാലങ്ങളായി വസ്ത്രമേഖലയിൽ പണിയെടുത്തവർക്ക് ഇപ്പോൾ ജോലി ചെയ്യാൻ അവസരമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവർക്കിനി ആര് പണി കൊടുക്കും? ഇവർക്ക് എവിടെ നിന്ന് ഈ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ കഴിയും? ഇതൊന്നും അറിയില്ല. എങ്കിലും ചൈന ഞങ്ങളുടെ കൂടെയുണ്ട്, പാകിസ്ഥാൻ ഞങ്ങളുടെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നെഞ്ച് വിരിച്ചെന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കാനാണ് ബംഗ്ലാദേശ് ശ്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷിപ്പ് വഴി, വിമാനം വഴിയൊക്കെ ഇതുവരെ ഈ ചരക്ക് ഗതാഗതത്തെ ബംഗ്ലാദേശിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത്തരം സഹായങ്ങളൊന്നും നമ്മൾ നൽകുന്നില്ല. നമ്മുടെ നൂല് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ ഇറക്കുമതി ചെയ്ത നൂലിൻ്റെ 90% സപ്ലൈ ചെയ്യുന്ന നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് സപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു, അല്ലെ അങ്ങനെ തീരുമാനമെടുത്തു. ഇത് മുഹമ്മദ് യൂനിസ് സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. ഒരു പക്ഷേ
സഹിക്കാൻ കഴിയാതെ വന്നാൽ വാക്കർ ഉസ്സമാൻ എന്ന് പറയുന്ന സൈനിക മേധാവി ഈ മുഹമ്മദ് യൂനിസിനെയും കൂട്ടരെയും പിടിച്ച് ജയിലിലിടുകയും ഈ ഷേഖ് ഹസീനെ വീണ്ടും തിരിച്ച് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതിൻ്റെ ചില സൂചനകൾ ഷേഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കാത്തിരിക്കൂ, ഞാൻ വീണ്ടും ബംഗ്ലാദേശിലേക്ക് വരും, നിങ്ങളുടെ പ്രധാനമന്ത്രിയായി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയെ ചൊറിയാനായിട്ട് മുഹമ്മദ് യൂനിസ് ഭരണകൂടം ഒന്ന് ശ്രമിച്ചു, നമ്മൾ അവരെ കയറി നന്നായി അങ്ങ് മാന്തി എന്ന് പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.